ഗുഡ് ആഫ്റ്റർനൂൺ ആൾ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻറ്റ് ഇറ്റ് ഈസ് ബെൻഡിങ് ടെസ്റ്റ് ഓൺ വുഡ്. ഒരു വുഡിലുള്ള ബെൻഡിങ് ടെസ്റ്റാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എയിം ഓഫ് ദി എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ടു സ്റ്റഡി ദി ബിഹേവിയർ ഓഫ് ഗിവൺ സ്പെസിമെൻ ഓഫ് വുഡ് സബ്ജക്റ്റഡ് ടു പ്യുവർ ബെൻഡിങ് ആൻഡ് ടു ഡിറ്റർമൈൻ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആൻഡ് മോഡുലസ് ഓഫ് റപ്ചർ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു വുഡൻ ബീമിൻ്റെ മോഡുലസ് ഓഫ് റപ്ചറും അതുപോലെ തന്നെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഇനി നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻറ്റ് വുഡൻ ബീം ഒരു സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള വുഡൻ ബീം, അതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. വുഡൻ ബീം സിംപ്ലി സപ്പോർട്ടഡ് ആയിരിക്കും, അതിൻ്റെ സെൻറ്ററിലാണ് നമ്മളൊരു കോൺസെൻട്രേറ്റഡ് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ അതിൻ്റെ ബിഹേവിയർ, അതിൻ്റെ മോഡുലസ് ഓഫ് റപ്ചറും അതിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം സെൻട്രൽ ലോഡിംഗ് ആണെങ്കിൽ അതിൻ്റെ ഡിഫ്ലക്ഷൻ ഇതെന്ത് ചെയ്യും, ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യും ഈ ബീം. അതിൻ്റെ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് WL3/48EI. W എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ അപ്ലൈഡ് ലോഡ്, L എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് സ്പാൻ, ഇതാണ് എന്ത് L എന്ന് പറഞ്ഞാൽ. E എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ്, I എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു റെക്റ്റാങ്കുലർ ബീം ആയിരിക്കും. റെക്റ്റാങ്കുലർ ബീം, ബ്രെഡ്ത്ത് ബിയും ഡെപ്ത് ഡിയും. അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ബീം, റെക്റ്റാങ്കുലർ സെക്ഷനുള്ള ബീമാണ്, ഡെപ്ത് ഡിയും ബ്രെഡ്ത്ത് വരുന്നുണ്ടാവുക ബിയും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താണ്, I = BDQ/12 ആണ്. I = BDQ/12 ആണ്. ഇനി മോഡുലസ് ഓഫ് റപ്ചർ, മോഡുലസ് ഓഫ് റപ്ചറിനെ അബ്രിവേറ്റഡ് ആസ് MOR എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് സ്പെസിമെൻസ് സ്ട്രെങ്ത് ബിഫോർ ഇറ്റ്സ് റപ്ചർ. ആ റപ്ചർ ചെയ്യേണ്ട മുന്നായിട്ട് വരുന്ന സ്ട്രെങ്ത്തിനാണ് എന്ത് പറയുന്നത്, മോഡുലസ് ഓഫ് റപ്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദി വുഡ് സ്പീഷീസ് ഓവറോൾ സ്ട്രെങ്ത്. ആ വുഡ് സ്പീഷീസിൻ്റെ ഓവറോൾ സ്ട്രെങ്ത്തിനെ കണ്ടുപിടിക്കാനാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മോഡുലസ് ഓഫ് റപ്ചർ ഉപയോഗിക്കുന്നത്. പക്ഷേ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉപയോഗിക്കുന്നതോ, ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് വുഡ്സ് ഡിഫ്ലക്ഷൻ. എത്ര കണ്ട് ഡിഫ്ലക്റ്റ് ചെയ്യും അതിനെയാണ് എന്ത് ചെയ്യുന്നത്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇറ്റ്സ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. അപ്പോൾ മോഡുലസ് ഓഫ് റപ്ചർ കണ്ടുപിടിക്കുന്നത് യൂസിങ് ദി ഇക്വേഷൻ, മോഡുലസ് ഓഫ് റപ്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് M/Z ആണ്. മോഡുലസ് ഓഫ് റപ്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് M/Z ആണ്. M എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് സെറ്റപ്പിൽ വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ആണ്. ഈ ഒരു എക്സ്പെരിമെൻറ്റ് സെറ്റപ്പിൽ വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം, സെൻട്രലാണ് കോൺസെൻട്രേറ്റഡ് ലോഡെങ്കിൽ അതിൽ വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ WL/4 ആണ്. Z എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെക്ഷൻ മോഡുലസ് ആണ്, ദാറ്റ് ഈസ് I/Y ആണ്. I എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു റെക്റ്റാങ്കുലർ സെക്ഷൻ ആണെങ്കിൽ BDQ/12 ആണ്. Y എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂട്രൽ ആക്സിസിൽ നിന്ന്. അപ്പോൾ റെക്റ്റാങ്കുലർ ബീം എടുത്താൽ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് അതിൻ്റെ എക്സ്ട്രീം ഫൈബറിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ Y എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കുലർ സെക്ഷന് സാധാരണ വരുന്നുണ്ടാവുക D/2 ആണ്, സ്മോൾ D/2 ആണ്. അപ്പോൾ Z എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, BDQ/Z എന്ന് പറഞ്ഞാൽ BDQ/12 ഡിവൈഡഡ് ബൈ D/2 ഇങ്ങനെ വന്നു.
ദാറ്റ് ഈസ് 6 the d square, that is bd square by 6 ആണെന്ന് ഒരു റെക്റ്റാങ്കുലർ സെക്ഷനിൽ വരുന്ന സെക്ഷൻ മോഡുലസ്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ടെസ്റ്റ് സെറ്റപ്പിന് നമുക്ക് ആവശ്യമുള്ള UTM വേണം, അതുപോലെ തന്നെ റോളർ സപ്പോർട്ട് വേണം, ഡയൽ ഗേജ് വേണം, സ്കെയിൽ വേണം. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുണ്ടാവുക. ഇനി പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അബ്സോർബ് ദി സ്പെസിമെൻ ആൻഡ് മെഷർ ഇറ്റ്സ് ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ. ആദ്യം അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഫൈൻഡ്. അതിൻ്റെ ബിയും ആ വുഡൻ ബീമിൻ്റെ ബിയും ഡിയും നമ്മൾ കണ്ടെത്തണം. മാർക്ക് ദി മിഡ് സ്പാൻ ഓഫ് ദി പോയിൻറ്റ്. അതിന് എന്ത് ചെയ്യും? ഇങ്ങനത്തെ ഒരു ബീമായിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. അപ്പോൾ ഈ ബീമിൻ്റെ ബിയും ഡിയും കണ്ടെത്തി പിന്നെ അതിൻ്റെ മിഡിൽ പോയിൻ്റ് കണ്ടെത്താം. ഇനി നമ്മളിവിടെ ചെയ്യുന്നത് നെക്സ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ബീം സെലക്ട് ചെയ്തു. ബീമിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ബിയും ഡിയും നമ്മൾ കണ്ടെത്തി. ബിയും ഡിയും കണ്ടെത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് നമ്മൾ എന്ത് ചെയ്യും? കണ്ടെത്തും. മിഡിൽ പോയിൻ്റ് കണ്ടെത്തി കഴിഞ്ഞിട്ട് നമ്മൾ UTM മെഷീനിൽ എന്ത് ചെയ്യും? അതിൻ്റെ ബെൻഡിങ് ചെയ്യുന്ന സ്ഥലത്തെ ഒരു റോളർ സപ്പോർട്ട് ഉണ്ടാകും. അപ്പോൾ റോളർ സപ്പോർട്ടിൽ വെക്കും. റോളർ സപ്പോർട്ടിൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ സ്പാൻ അളക്കും. ഇതായിരിക്കും അതിൻ്റെ സ്പാന്. ഇത് രണ്ട് ടച്ച് ചെയ്യുന്ന സ്ഥലങ്ങൾ, ഇതാണ് എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത്. ഇത് രണ്ട് ടച്ച് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ സ്പാൻ അളക്കും. ഇനി എഫക്റ്റീവ് സ്പാൻ അളന്ന് കഴിഞ്ഞു. എഫക്റ്റീവ് സ്പാൻ അളന്ന് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യും. ലോഡിംഗ് പ്ലഞ്ചർ ഇവിടെ വെക്കും. ലോഡിംഗ് പ്ലഞ്ചർ വെച്ചിട്ട് എന്ത് ചെയ്യും? UTM ഓണാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു പ്രത്യേക ലോഡിലെത്തിയാൽ ഇത് റപ്ചർ ചെയ്യും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പെരിമെൻറ്റിൻ്റെ പ്രൊസീജിയർ ഒന്നും കൂടി പറയുന്നുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു സെലക്ട് എ വുഡൻ ബീം നമ്മൾ സെലക്ട് ചെയ്യുക. അതിൻ്റെ ബ്രെഡ്ത്തും ഡെപ്ത്തും നമ്മൾ കണ്ടെത്തുക. ദെൻ ഇതെന്ത് ചെയ്യുക? ഇതിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്യണം. സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് UTM മെഷീനിൽ അതിൻ്റെ റോളർ സപ്പോർട്ടിൽ വെക്കും. റോളർ സപ്പോർട്ടിൽ വെച്ചിട്ട് അതായത് സിംപ്ലി സപ്പോർട്ടഡ് ആണ്. എന്നിട്ട് ലോഡിംഗ് പ്ലഞ്ചർ ഇവിടെ വെക്കുന്നുണ്ട്. ലോഡിംഗ് പ്ലഞ്ചർ വെച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടിയുണ്ട്. നമ്മൾ ഇതിൻ്റെ ഡിഫ്ലക്ഷൻ അളക്കാൻ വേണ്ടി ഒരു ഡയൽ ഗേജും കൂടിയും നമ്മൾ ഇതിൻ്റെ താഴെ വെക്കുന്നുണ്ട്. ഡിഫ്ലക്ഷൻ അളക്കാൻ നമ്മളൊരു ഡയൽ ഗേജും താഴെ വെക്കും. എന്നിട്ട് ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ലോഡ് അപ്ലൈ ചെയ്യും. ഓരോ 1 കിലോ ന്യൂട്ടൺ ലോഡ് അപ്ലൈ ചെയ്യുമ്പം നമ്മൾ ഡിഫ്ലക്ഷൻ കണ്ടെത്തും. അപ്പോൾ ഡിഫ്ലക്ഷൻ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു ഓരോ 1 കിലോ ന്യൂട്ടണിലും. ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ഒരു 10 റീഡിങ്സ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡയൽ ഗേജ് നമ്മൾ മാറ്റും. പിന്നെ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇത് റപ്ചർ ചെയ്യും. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വുഡ് എന്ത് ചെയ്യും? കുറച്ച് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് വുഡ് റപ്ചർ ചെയ്യും. വുഡ് റപ്ചർ ചെയ്താൽ ലോഡിങ് എന്ത് ചെയ്യും? മാക്സിമം ലോഡിലെത്തി. പിന്നെ നമ്മളെ ഡമ്മി നിന്നിട്ട് നമ്മളെ മെയിൻ നീഡിൽ എന്ത് ചെയ്യും? പുറകോട്ട് പോകും. അപ്പോഴാണ് റപ്ചറിങ് എടുക്കാം. അപ്പോൾ അത് ഫെയിലായി എന്ന് മനസ്സിലായി. അപ്പോൾ ആ ഫെയിലറായിട്ടുള്ള ലോഡ് നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. ഫെയിലറായിട്ടുള്ള ലോഡ് W ആണെങ്കിൽ ഫെയിലറായിട്ടുള്ള ലോഡ് നമ്മൾ ഡിനോട്ട് ചെയ്യുക W ആയിരിക്കും. ഇനി നമുക്ക് കാൽക്കുലേഷനിലോട്ട് പോകാം. ഇനി നമുക്ക് കാൽക്കുലേഷൻ. ആദ്യം നമുക്ക് വേണ്ടത് ഏത് ടൈപ്പ് ഓഫ് വുഡ്, ടീക്ക് വുഡാണോ സാൽവുഡാണോ, അപ്പോൾ ഏത് വുഡാണെന്ന് നമ്മൾ അതിൽ എഴുതി വെക്കുക. അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ ബിയും ഡിയും. നെക്സ്റ്റ് വേണ്ടത് ബിയും ഡിയും അളന്നത് എന്ത് ചെയ്യുക? ഇൻ മില്ലിമീറ്ററിൽ എഴുതി വെക്കുക. സ്പാന് അത് നിങ്ങൾ
എഴുതി വെക്കാം. ഒന്നെങ്കിൽ മീറ്ററിലാവണം അല്ലെങ്കിൽ മില്ലിമീറ്ററിലാവണം. അപ്പോൾ നിങ്ങളെ ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യുക, യൂണിറ്റ്സിൽ ഒന്നെങ്കിൽ മില്ലിമീറ്ററിലാണെങ്കിൽ എല്ലാം മില്ലിമീറ്ററിലായിരിക്കണം, മീറ്റർ ആണെങ്കിൽ എല്ലാം മീറ്ററിലാക്കി നിങ്ങൾ എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഒബ്സർവേഷൻ ഞാൻ നിങ്ങൾക്ക് തരും. അപ്പോൾ ആ ഒബ്സർവേഷൻ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, കാൽക്കുലേഷൻ ചെയ്യണം. അപ്പോൾ ബിയും ഡിയും കിട്ടി, ബിയും ഡിയും നമുക്ക് കിട്ടി. ബിയും ഡിയും കിട്ടിയാൽ ഐ കണ്ടുപിടിക്കാൻ എന്താണ്, ഇറ്റ് ഈസ് BDQ/12 ആണ്. സെക്ഷൻ മോഡുലസ് കണ്ടെത്താനോ, ഇറ്റ് ഈസ് BD²/6 ആണ്. ഈ ടേബിൾ നിങ്ങൾക്ക് ലോഡിൻ്റെയും ഡിഫ്ലക്ഷൻ്റെയും ടേബിൾ തരുന്നുണ്ട്. അപ്പോൾ ലോഡ് ഡിഫ്ലക്ഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, യു ഹാവ് ടു ഡ്രോ എ ഗ്രാഫ്. ലോഡ് ആൻഡ് ഡിഫ്ലക്ഷൻ്റെ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ലോഡും ഡിഫ്ലക്ഷനും ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഗ്രാഫ് വരയ്ക്കേണ്ടത്. എക്സ് ആക്സിസിൽ വരുന്നത് ഡിഫ്ലക്ഷനാണ്, വൈ ആക്സിസിൽ വരുന്നത് ലോഡാണ്. അപ്പോൾ ലോഡ് ഡിഫ്ലക്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുക. ആ ലോഡ് ഡിഫ്ലക്ഷൻ്റെ ഗ്രാഫിൻ്റെ എന്താണ്, നിങ്ങൾ ഈ ലോഡ് ഡിഫ്ലക്ഷൻ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടെത്തണം. അതാണ് W/δ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ട എന്താണ്, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എന്താണ് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇറ്റ് ഈസ് മോഡുലസ് ഓഫ് റപ്ചർ ആണ്. മോഡുലസ് ഓഫ് റപ്ചർ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് റപ്ചർ F=M/Z ആണ്. M എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് WL/4 ആണ്. W എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന മാക്സിമം ലോഡാണ് W എന്ന് പറയുന്നത്. നമുക്ക് ചെയ്ത് കിട്ടുന്ന മാക്സിമം ലോഡ് അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഞാൻ ഒബ്സർവേഷൻ തരുന്നുണ്ട്. ആ ഒബ്സർവേഷൻ നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ W നോട്ട് ചെയ്യുക. WL നിങ്ങൾക്ക് തരുന്നുണ്ടാവും. അപ്പോൾ L/4 ആണ് എന്ത് M എന്ന് പറയുന്നത്. Z നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബിയും ഡിയും നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വാല്യൂസൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ബിയും ഡിയും മെഷർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ BD²/6 ചെയ്താൽ നിങ്ങൾക്ക് Z കിട്ടും. അപ്പോൾ M/Z ചെയ്താൽ നിങ്ങൾക്ക് മോഡുലസ് ഓഫ് റപ്ചർ കിട്ടും. ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, ഇറ്റ് ഈസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അല്ല, യങ്സ് മോഡുലസ് ആണ്. യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ എന്താണ്, നമ്മൾ Δ = WL3/48A നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം സെൻറ്ററിലാണ് കോൺസെൻട്രേറ്റഡ് ലോഡെങ്കിൽ അതിൽ വരുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ WL3/48A ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഈ ഒരു ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് കിട്ടുന്ന എന്ന് പറഞ്ഞാൽ W/Δ L3/48A. W/Δ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ലോഡ് വേഴ്സസ് ഡിഫ്ലക്ഷൻ ഗ്രാഫിൻ്റെ സ്ലോപ്പാണിത് W/Δ. ഇനി L³ എന്താണ്, L നമുക്കറിയാം, അതിൻ്റെ സ്പാൻ നമ്മൾ അളന്നിട്ടുണ്ട്. ഇനി I BDQ/12 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര ചെയ്താൽ എന്ത് ചെയ്തു, നമ്മൾ എക്സ്പെരിമെൻറ്റ് കംപ്ലീറ്റ് ആക്കി. ഇതിൻ്റെ ഒബ്സർവേഷൻ ഞാൻ എന്ത് തരുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിൻ്റെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഒബ്സർവേഷൻ അനുസരിച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.